സ്വതന്ത്ര കളിക്കളം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് എറണാകുളം എളംകുന്നപ്പുഴ പഞ്ചായത്തിലെ കായിക പ്രേമികൾ. ഓപ്പൺ സ്റ്റേജ്, ജിംനേഷ്യം എന്നിവ ചുരുങ്ങിയ സ്ഥലത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് കായിക പ്രേമികൾ മൈതാനത്ത് ഫുട്ബോളും ക്രിക്കറ്റും കളിച്ച് വ്യത്യസ്ത പ്രതിഷേധം നടത്തി. പഞ്ചായത്തിലൊരു കളിക്കളം എന്ന സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എളംകുന്നപ്പുഴ പഞ്ചായത്തിലെ മാലിപ്പുറം സ്വതന്ത്ര മൈതാനം നവീകരിക്കുന്നത്. 3725 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വിശാലമായ മൈതാനം 99.4 ലക്ഷം രൂപ ചെലവാക്കി നവീകരിക്കുമ്പോൾ കളിക്കളം ചുരുങ്ങുമെന്ന ആശങ്കയാണ് കായിക പ്രേമികൾക്ക്. ഓപ്പൺ സ്റ്റേജ്, ഓപ്പൺ ജിംനേഷ്യം, നടപ്പാത, പാർക്കിംഗ് ഏരിയ എന്നിവയെല്ലാം നിർമ്മിച്ചു വരുമ്പോൾ കളിസ്ഥലം 800 ചതുരശ്ര മീറ്ററായി പരിമിതപ്പെടും. മെയിനായിട്ട് ഈ ഗ്രൗണ്ട് വന്നപ്പോഴേക്കും കുറേ നാളത്തേക്ക് കളി കുറച്ച് ഫ്രീസായിരുന്നു. പിന്നെ കുട്ടികളാണെങ്കിൽ കുറേ മൊബൈലിലേക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് പോയി അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാണ്ടായി. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. മുമ്പ് ഇവിടെ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റുകളൊക്കെ നടന്നിട്ടിരുന്ന വെച്ചാണ്. അപ്പോൾ അത്രയും ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ വൈപ്പിങ്കര മുഴുവൻ ഒരു 10-20 ടൂർണമെൻറ്റുകളോളം അങ്ങോളം ഇങ്ങോളം നടന്നതായിരുന്നു. അതിൽ ഈ ഗ്രൗണ്ട് വളരെ പ്രധാനപ്പെട്ടായിരുന്നു. വളരെ ക്രൗഡ് ഉണ്ടായിരുന്നു. വളരെ അധികം ആൾക്കാർ വന്ന് കണ്ടിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിലിപ്പോൾ ഈ വർക്കെല്ലാം കഴിഞ്ഞാൽ പോലും കളിക്കാനുള്ള സ്ഥലം ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. ഗ്രൗണ്ടിൻ്റെ ഏരിയ കുറക്കാണ്ട് ഞങ്ങൾക്ക് കളിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് നിലനിർത്തേണ്ടത് ഈ നാട്ടിൻ്റെയും ഈ നാട്ടുകാരുടെയും ഇവിടെ കളിക്കുന്ന കുട്ടികളുടെയൊക്കെ വളരെ അത്യാവശ്യമാണ്. ഒരു ഗ്രൗണ്ട്, ഒരു കളിക്കളം എന്ന നിലയിൽ ഇത് ഇല്ലാതാവുകയും ഒരു പൊതുയോഗ സ്ഥലം മാത്രമായിട്ട് ഇതിനെ മാറ്റുകയും ചെയ്യുന്ന ഒന്നാണ് ഈ നവീകരണ പ്രവർത്തനത്തിലൂടെ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ മൈതാനം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചാണ് കായിക പ്രേമികൾ പ്രതിഷേധം അറിയിച്ചത്. മൈതാനത്തിന് ചുറ്റുമുള്ള നടപ്പാതയ്ക്കായി കൂടുതൽ സ്ഥലം നീക്കിവെച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായും പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും സമരക്കാർ പറയുന്നു. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. മൈതാനമായി തന്നെയാണ് കളിസ്ഥലം സംരക്ഷിക്കേണ്ടതെന്നും മൈതാനം സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.